പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നാം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ നാം 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. അതിൽ 9 പേരും അവനവൻ്റെ കാര്യം നോക്കി തിരിച്ചുപോയി. 10-ൽ ഒരാൾ മാത്രമാണ് വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞത്. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, 10 പേരെയല്ലേ ഞാൻ സുഖപ്പെടുത്തിയത്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്ന്. ആ 9 പേരുടെ ഗണത്തിൽ നാം പെട്ടുപോകരുത്. യേശുവിനോട് നന്ദി പറയാൻ വന്ന ആ ഒരുവനോട് നാം താതാത്മ്യം പ്രാപിക്കുകയാണ് വേണ്ടത്. ആ വ്യക്തിയെപ്പോലെ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായി നാം മാറണം. നാം മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിനെ ഏറ്റു പറയുമ്പോൾ യേശു സ്വർഗത്തിലെ പിതാവിൻ്റെ മുൻപിൽ നമ്മെ ഏറ്റുപറയും. നാം ദൈവത്തോട് നന്ദി പറയുമ്പോൾ നാം ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. റോമ 1:21 തിരുവചനം പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവവുമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരം നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു എന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരമാണ് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാനോ നമ്മുടെ കടപ്പാടുകളെ പ്രകടമാക്കാനോ നാം ശ്രമിക്കാറില്ല. നമുക്ക് ഓരോരുത്തർക്കും നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സും നമ്മുടെ കഴിവുകളും നമുക്കുള്ള ആരോഗ്യവും സമ്പത്തും എല്ലാം, മക്കളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നാം അഹങ്കരിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ കഴിവ് കൊണ്ട് നാം നേടിയെടുത്തതാണ് എന്നൊരു വിചാരമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതെല്ലാം നമ്മുടെ അഹങ്കാരമാണ്. നമുക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം തരുന്നത് ദൈവമാണ്. സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് ദൈവമാണ്. നമ്മുടെ കഴിവുകൾ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം ദൈവമാണ്. ആ ദൈവത്തോട് നാം നന്ദിയുള്ളവരായി ജീവിക്കണം. പ്രഭാഷകൻ 10:9 തിരുവചനം പറയുന്നു, പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട്? പ്രഭാഷകൻ 3:18 പറയുന്നു, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും എന്ന്. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, യേശു നമുക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി മാറാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.